വളരെ പെട്ടെന്നാണ് കിയാര അദ്വാനി മുൻനിര നായികാ ശ്രേണിയിലേക്ക് ഉയർന്നത്. 2014 ഫുഗ്ലി എന്ന ചിത്രത്തിലൂടെയായിരുന്നു കിയാരയുടെ സിനിമാ പ്രവേശം. 2016 പുറത്തിറങ്ങിയ ധോണി ദി അൺടോൾഡ് സ്റ്റോറിയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതിനു പിന്നാലെ ബോളിവുഡിലെ തിരക്കേറിയ താരമായി മാറാനും കിയാര അദ്വാനിക്ക് സാധിച്ചിരുന്നു. പാൻ ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ സജീവമായതോടെ ഭാഷാ വ്യത്യാസമില്ലാതെ പല ബിഗ് ബജറ്റ് ചിത്രങ്ങളിലും ഭാഗമാകുകയാണ് കിയാര. രാം ചരണിനൊപ്പം ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിലും കിയാര വേഷമിട്ടു. യഷ് നായകനാകുന്ന ടോക്സിക് എന്ന സിനിമയിലും കിയാരയുടെ വേഷം ശ്രദ്ധേയമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. മലയാളി നടി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ടോക്സിക്. വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് തുടങ്ങി ഒന്നിലധികം ഭാഷകളിൽ റിലീസ് ചെയ്യും. നയൻതാര, ഹുമ ഖുറേഷി, താര സുതാര്യ എന്നിവരും ടോക്സിക്കിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഈ ചിത്രത്തിനായി കിയാര വാങ്ങിയ പ്രതിഫലം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണയായി ഒരു സിനിമയ്ക്ക് 2 മുതൽ 3 കോടി രൂപ വരെയാണ് കിയാര പ്രതിഫലം വാങ്ങുന്നത്. കബീർ സിംഗിൽ അഭിനയിച്ചതിന് 3 കോടി രൂപയായിരുന്നു പ്രതിഫലം. എന്നാൽ കിയാര അദ്വാനി തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചതായും ടോക്സിക് എന്ന ചിത്രത്തിന് 15 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയതെന്നുമാണ് റിപ്പോർട്ട്. ഇത് അവരുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന ചിത്രമാണ്. കിയാരയുടെ അവസാന ചിത്രമായ ഗെയിം ചേഞ്ചറിന് ഏകദേശം 5 കോടി മുതൽ 7 കോടി രൂപ വരെയാണ് പ്രതിഫലം ലഭിച്ചത്. പ്രതിഫലം ഉയർത്തിയതോടെ ദീപിക പദുക്കോൺ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയ താരങ്ങൾക്ക് തൊട്ടു പിന്നാലെ എത്തിയിരിക്കുകയാണ് കിയാര. ആലിയ ഭട്ട്, ശ്രദ്ധ കപൂർ എന്നിവരെയാണ് കിയാര മറികടന്നിരിക്കുന്നത്. 2023 നടൻ സിദ്ധാർത്ഥ് മൽഹോത്രയെ കിയാര വിവാഹം ചെയ്തിരുന്നു. അടുത്തിടെ താൻ ഗർഭിണിയാണ് എന്നും ജീവിതത്തിലെ വിലപ്പെട്ട സമ്മാനത്തിനായി കാത്തിരിക്കുകയാണെന്നും കിയാര വെളിപ്പെടുത്തിയിരുന്നു. ടോക്സിക് എന്ന സിനിമയ്ക്ക് ശേഷം വാർ 2 എന്ന ചിത്രം കൂടി കിയാര അദ്വാനി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അഭിനയ ജീവിതത്തിലൂടെ വലിയ ആസ്തി താരം സമ്പാദിച്ചു കഴിഞ്ഞു. 40 കോടി രൂപയാണ് താരത്തിന്റെ ആകെ ആസ്തി. 2024 കണക്കാണിത്. അഭിനയത്തിന് പുറമെ മോഡൽ, അവതാരക എന്നീ നിലയിലും കിയാര വലിയ തുക സമ്പാദിക്കുന്നുണ്ട്.